ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാനമായ സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചൈനയുടെ ഔദ്യോഗിക മാധ്യമമായ ചൈന സെൻട്രൽ ടെലിവിഷൻ വഴി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ നിലനിന്ന സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന് ചൈന നേരിട്ട് സാങ്കേതിക സഹായം നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഒരു ചൈനീസ് പ്രതിരോധ എഞ്ചിനീയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഇത്തരമൊരു സൈനിക സഹായത്തെക്കുറിച്ച് ഒരു ചൈനീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള ചൈനീസ് നിർമ്മിത J-10CE യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ തങ്ങൾ നേരിട്ട് ഇടപെട്ടതായാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. സംഘർഷ സമയത്ത് ഈ വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പുവരുത്താൻ ചൈനീസ് സാങ്കേതിക വിദഗ്ധർ ഗ്രൗണ്ടിൽ നേരിട്ട് പ്രവർത്തിച്ചു. ഇന്ത്യ ദീർഘകാലമായി ഉന്നയിച്ചിരുന്ന ഒരു വാദത്തിനാണ് ഇപ്പോൾ ചൈനീസ് ഔദ്യോഗിക മാധ്യമം തന്നെ അടിവരയിട്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ചൈന എപ്പോഴും നിഷ്പക്ഷത അവകാശപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ പാകിസ്ഥാന്റെ സൈനിക നട്ടെല്ലായി മാറിക്കഴിഞ്ഞു എന്നാണ് ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു നീക്കത്തിനു പിന്നിലും ചൈനയുടെ സാങ്കേതികവും തന്ത്രപരവുമായ പിന്തുണയുണ്ടെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ കേവലം വിൽക്കുക മാത്രമല്ല, അവ യുദ്ധമുഖത്ത് ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ തത്സമയ സാങ്കേതിക പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഒരു സാധാരണ വ്യാപാര ഇടപാടല്ല, മറിച്ച് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സൈനിക സഖ്യത്തിന്റെ അടയാളമാണ്. സംഘർഷ സമയത്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കാൻ ചൈനയുടെ ഈ നീക്കം സഹായിച്ചതായി പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം പുകയുമ്പോൾ പാകിസ്ഥാന്റെ J-10CE വിമാനങ്ങൾ ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധത്തെയും വെല്ലുവിളിക്കാൻ പാകത്തിൽ സജ്ജമാക്കിയത് ചൈനീസ് എഞ്ചിനീയർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. പാകിസ്ഥാൻ പൈലറ്റുമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും വിമാനങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുകളിലും ചൈന നിർണായക പങ്ക് വഹിച്ചു. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ഇന്ത്യക്ക് പ്രതികൂലമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വെറുമൊരു കച്ചവടത്തിനപ്പുറം ഒരു ഡെപ്ത് ഇന്റഗ്രേഷനായി മാറിയിരിക്കുന്നു എന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാന്റെ സൈനിക ആവാസ വ്യവസ്ഥയുടെ ഓരോ ഘട്ടത്തിലും ചൈനയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ തളയ്ക്കാൻ പാകിസ്ഥാനെ ഒരു പാവയാക്കി മാറ്റുന്ന ചൈനീസ് തന്ത്രമാണ് ഇതിന്റെ ഭാഗം. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തൽ വലിയൊരു വെല്ലുവിളിയാണ്. രണ്ട് ശത്രു രാജ്യങ്ങൾ ഒരേ സമയം സാങ്കേതികമായും തന്ത്രപരമായും കൈകോർക്കുമ്പോൾ അത് ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇരട്ട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയുടെ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളും ചേരുന്നത് മേഖലയിലെ സമാധാനത്തിന് വിഘാതമാകും. ഷീ ജിൻപിങ്ങിന്റെ ഭരണത്തിന് കീഴിൽ ചൈന തങ്ങളുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇത്തരം സഹായങ്ങൾ രഹസ്യമായി വെച്ചിരുന്ന ചൈന ഇപ്പോൾ അത് പരസ്യമായി സമ്മതിക്കുന്നത് ഇന്ത്യയോടുള്ള വ്യക്തമായ ഒരു താക്കീതാണ്. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടി ഏത് വിധത്തിലുള്ള സൈനിക ഇടപെടലുകൾക്കും മടിക്കില്ലെന്ന സന്ദേശമാണ് ബീജിംഗ് നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. പ്രത്യേകിച്ചും അമേരിക്കയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ ചൈനയുടെ സൈനിക തണലിലേക്ക് പൂർണ്ണമായും മാറിയത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളുടെ മാറ്റത്തെ കാണിക്കുന്നു. US നിർമ്മിത വിമാനങ്ങളെക്കാൾ ചൈനീസ് വിമാനങ്ങളെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്കും തിരിച്ചടിയാണ്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേനയും വ്യോമസേനയും ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ചൈനീസ് സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കുമ്പോൾ ഇന്ത്യക്ക് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള അതിർത്തികളിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ചൈനീസ് മാധ്യമമായ CCTV ഈ വാർത്ത പുറത്തുവിട്ടത് ആസൂത്രിതമായാണെന്ന് കരുതുന്നവരുമുണ്ട്. തങ്ങളുടെ ആയുധ വിപണി വികസിപ്പിക്കാനുള്ള ഒരു പരസ്യം എന്നതിലുപരി ഇന്ത്യക്കെതിരെ തങ്ങൾ നിലകൊള്ളുന്നു എന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണിത്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്നത് ചൈനയുടെ ഇരട്ടത്താപ്പാണ് തുറന്നുകാട്ടുന്നത്. ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ കടന്നുകയറ്റ ശ്രമങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ചൈനയുടെ പരോക്ഷ പിന്തുണയുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണം ഇതോടെ ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.
ഒരു അയൽരാജ്യം എന്ന നിലയിൽ ചൈന കാണിക്കേണ്ട ഉത്തരവാദിത്വം മറന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന് തുടക്കമിട്ടേക്കാം. പാകിസ്ഥാൻ വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ ചൈന നൽകുന്ന പിന്തുണ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ നിർമ്മാണ മേഖലയ്ക്കും വലിയ പ്രചോദനമാകേണ്ടതുണ്ട്. ചൈനീസ് സാങ്കേതിക വിദ്യയെ മറികടക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഖ്യം ഇന്ത്യ കൂടുതൽ ശക്തമാക്കാനും ഈ വെളിപ്പെടുത്തൽ കാരണമാകും. ഭാവിയിൽ ഇത്തരം സൈനിക സഹകരണങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കടലിലും കരയിലും ആകാശത്തും ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന സംയുക്ത അഭ്യാസങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഈ അവിശുദ്ധ സഖ്യം അന്താരാഷ്ട്ര നിയമങ്ങളെയും മേഖലയിലെ സമാധാന കരാറുകളെയും ലംഘിക്കുന്നതാണ്. ചൈനീസ് എഞ്ചിനീയറുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൂടുതൽ വ്യക്തവും പരസ്യവുമായി മാറിയിരിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ടു പോകേണ്ടതുണ്ട്. ദക്ഷിണേഷ്യയുടെ ഭൂരാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.